അനാവശ്യമായി ബഹളം കൂട്ടുക ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണ്. 2019 പൗരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. അന്ന് നടന്ന കോലാഹലങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അത് കഴിഞ്ഞു, അത് അവസാനിച്ചു. ഇപ്പം അതിനുള്ള ചട്ടങ്ങളുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ബഹളം. നിയമം വരുമ്പോൾ തന്നെ ചട്ടം പിന്നാലെ വരുമെന്നറിയാമല്ലോ. നിയമത്തിന് ഒരു ചട്ടമുണ്ടാകും. എന്താ ചട്ടം എന്ന് വെച്ചാൽ, ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടുന്ന് വരുന്ന അഭയാർത്ഥികളിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് മുൻഗണന കൊടുക്കും. മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കില്ല എന്നല്ല, മുസ്ലിങ്ങളല്ലാത്തവർക്ക് മുൻഗണന കൊടുക്കും. അവർക്കൊരല്പം നേരത്തെ പൗരത്വം കൊടുക്കും. അത് കഴിഞ്ഞിട്ടേ മുസ്ലിങ്ങളുടെ കേസ് നോക്കുകയുള്ളൂ. ഇതിന് കാരണം എന്താ? മുസ്ലിങ്ങളല്ലാത്തവർ അവിടെ നിന്ന് ഓടി വന്നത്, അവർ 1946 മുതലൊക്കെ ഓടി വന്നവരുണ്ട്. അവർ പല സ്ഥലത്തായിട്ട് ടെൻറ്റുകളിൽ, ഡിറ്റൻഷൻ ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നു. വർഷം എത്രയായി, തലമുറ എത്ര കഴിഞ്ഞു, അവർക്ക് കൃത്യമായൊരു പൗരത്വം ഇല്ല. അത് കൊടുക്കാൻ തീരുമാനിച്ചു. കൊടുക്കുമ്പോൾ ഈ നമ്മുടെ ദ്രോഹിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി വരുന്നവർക്ക് ഒരു മുൻഗണന കൊടുക്കണ്ടേ? ദ്രോഹിച്ചവരുടെ കൂട്ടത്തിൽ നിന്നും ചിലർ വരുന്നുണ്ട്. അവർക്ക് വന്ന പാടെ അങ്ങ് പൗരത്വം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു മുസ്ലിം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം എന്നറിയണ്ടേ? തീവ്രവാദ പ്രവർത്തനമാകാം, അല്ലെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടത്താം. പാകിസ്ഥാനിൽ വലിയ ബോംബും കച്ചറയൊക്കെയാണ്. സുഖവാസത്തിനായിട്ട് കുടിയേറുന്നവർ, അവർക്കൊക്കെ പിന്നീട് പരിശോധിച്ച് പൗരത്വം കൊടുക്കാൻ പറ്റുള്ളൂ. ജീവൻ രക്ഷിക്കാൻ വേണ്ടി വന്നവർക്കാണ് മുൻഗണന. ഇതിൽ തെറ്റെന്താ? അവർക്ക് മുൻഗണന കൊടുക്കുന്നു, മറ്റവരെ പരിഗണിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ ഞാൻ പാകിസ്ഥാനിലേക്കില്ല, ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞ മുസ്ലിങ്ങളുണ്ട്. അവർക്ക് പൗരത്വത്തിന് ഒരു കുഴപ്പമില്ല. ഇന്ന് വരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുമില്ല. ഇല്ല, ഞാൻ പാകിസ്ഥാനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോയവരുണ്ട്. അങ്ങനെ പോയവർ പോയി, അവരുടെ വിധി എന്താണോ പാകിസ്ഥാനിൽ അതവർക്ക് സംഭവിച്ചു. ഇത് കൂടാതെ പാകിസ്ഥാനിൽ നിൽക്കുക, ഇവിടുത്തെ പരുവം എങ്ങനെയുണ്ടെന്ന് നോക്കാം, പ്രശ്നമാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് കടക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാവുന്നുണ്ട് അവരുടെ കുശുമ്പൊക്കെ. പക്ഷേ അവർക്കങ്ങനെ മുൻഗണന കൊടുക്കാൻ പറ്റില്ല. ഇത് കൂടാതെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കൊള്ളയടിക്കാൻ സൗകര്യമുണ്ട്, അല്ലെങ്കിൽ കള്ളു കുടിക്കാൻ സൗകര്യമുണ്ട്, പെണ്ണ് പിടിക്കാൻ സൗകര്യമുണ്ട് എന്നൊക്കെ വിചാരിച്ച് വരുന്നവർ, ശരി, ആ വിചാരത്തിനാണെങ്കിലും പൗരത്വമൊക്കെ കൊടുക്കാം, അവിടെ നില്ല, ആദ്യം ഇവരുടെ കാര്യമൊന്ന് തീരട്ടെ. ഇതാണ് പൗരത്വ ഭേദഗതി നിയമം. ഇതൊന്നും നിങ്ങളോട് ആരും പറയില്ല. എല്ലാവരും ഭരണഘടന, മതേതരത്വം, റോഹിംഗ്യൻ മുസ്ലിം. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവർക്കെന്താ റോഹിംഗ്യൻ മുസ്ലിങ്ങളോട് ഇത്ര പ്രേമം? എന്താ ഈ റോഹിംഗ്യ എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ബർമയാണ് ഈ റോഹിംഗ്യ എന്ന് പറയുന്ന സ്ഥലം. ബർമയിലെ ഒരു ഏരിയയാണ് റോഹിംഗ്യ. അവർ ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ്. ബർമ എന്ത് ചെയ്തു? അവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് ഓടിച്ചു. അവർക്ക് ബംഗ്ലാദേശിൽ നിൽക്കാൻ കഴിയില്ല. കാരണം ഇത്തരം ടീമിനെല്ലാം വന്ന് എന്ത് കച്ചറയും നടത്താവുന്നൊരു സ്ഥലം ഭാരതമാണ്. അതുകൊണ്ട് അവരും ഭാരതത്തിലേക്ക് വന്നു. ഉടനെ അവർക്ക് പൗരത്വം കൊടുക്കുക എന്ന് പറഞ്ഞ് തുടങ്ങി. ഈടാ ജീവനും കൊണ്ടോടി വന്ന മനുഷ്യരിവിടെ കിടക്കുന്നു. ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, സിഖുകാർ, ജൈനന്മാർ, ബൗദ്ധന്മാർ, ഇവരൊക്കെ 1946, 47, 48 കാലഘട്ടത്തിൽ ഓടി വന്ന് കിടക്കുക. ഒന്നും പറ്റില്ല, റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. ഇതിൻ്റെ കാര്യം എന്താ? പിണറായി വിജയൻ്റെ വോട്ട് ബാങ്ക് മുസ്ലിമാണ്, വി.ഡി. സതീശൻ്റെ വോട്ട് ബാങ്ക് മുസ്ലിമാണ്, രാഹുൽ ഗാന്ധിക്ക് കെട്ടിപ്പിടിക്കാനും മുസ്ലിങ്ങളെ വേണം. ഇതിനെല്ലാം നിന്ന് കൊടുക്കാൻ കുറേ മുസ്ലിം നേതാക്കളുമുണ്ട്. സാധാരണ മുസ്ലിങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല, അവരെ അരുവാനൊന്നുമില്ല. എന്നാൽ അവരെ കുത്തിപ്പൊക്കിയിട്ട് അവരോട് പറഞ്ഞു ഫലിപ്പിക്കും, നിങ്ങളെല്ലാം കപ്പലിൽ കയറ്റി കടലിൽ കൊണ്ടുപോയി താത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചാരണം. നമ്മുടെ ആശാനുണ്ടല്ലോ പിണറായി വിജയൻ, പുള്ളി പറയാണ് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. ഇയാളുടെ ഓശാരത്തിലല്ലേ കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാകുന്നത്? പൗരത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ, അതിൽ പിണറായി വിജയൻ റോളില്ല. നാളെ മുതൽ ഞാൻ 500 രൂപ നോട്ട് അടിക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ എത്ര വലിയ ഭോഷ്കായിരിക്കും അത്? ഇയാൾക്ക് നോട്ടടിക്കാനേ അനുവാദമില്ലല്ലോ.
അപ്പോൾ പിന്നെ ഇയാൾ അടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുന്നത് എന്തെങ്കിലും ഭ്രാന്ത് പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കും, ഇല്ലേ? അതുപോലെയാണ് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പറയുന്നത്. ഇത് ഭോഷ്കാണെന്ന് പിണറായി വിജയൻ അറിയാം, പക്ഷേ ഇതെന്തോ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന് അദ്ദേഹം ഭാവിക്കുന്നു. ഇതങ്ങനെ അല്ല എന്നുള്ള കാര്യം ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറയേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. ദൈവം സഹായിച്ച അയാളും പിണറായി വിജയൻ്റെ കൂടെയാണ്, വി ഡി സതീശൻ, ഈ കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ പിണറായി വിജയൻ ഇങ്ങനെ പൊങ്ങച്ച പറഞ്ഞുകൊണ്ട് നടക്കും. എനിക്കിന്നും മനസ്സിലായിട്ടില്ല എന്താണ് ഇതിനെ ചൊല്ലിയുള്ള ബഹളം എന്ന്. പൗരത്വ നിയമം എന്ന് പറയുന്നത് പൗരത്വം എടുക്കാനുള്ള നിയമമല്ല, പൗരത്വം കൊടുക്കാനുള്ള നിയമമാണ്. ആ കൊടുക്കുന്നതിൽ ഒരു മുൻഗണനയാണ് ഈ മതവിഭാഗങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. എന്താണ് CPM-നും കോൺഗ്രസ്സിനും ഹിന്ദുവിനോട് ഇത്ര വലിയ വിരോധം? ഹിന്ദുവിന് കൊടുക്കരുത്, പറ്റില്ല. ക്രിസ്ത്യാനിക്ക് കൊടുക്കരുത്, ബൗദ്ധനും ജൈനനും കൊടുക്കരുത്, മുസ്ലിമിന്. ഇത് എന്തൊരു ബാധ! ഈ ബാക്കിയുള്ളവർ ഇവരൊക്കെ പൗരന്മാരല്ലേ, ഈ നാട്ടിലുള്ളവരല്ലേ അവരെല്ലാം. എന്തുകൊണ്ടാണ് അവരോടൊരു വെറുപ്പ് നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് വൈരാഗ്യം? ഇതിൻ്റെ കൂടെയാണ് NPR, NCR എന്ന് പറഞ്ഞ് രണ്ടെണ്ണം. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, നാഷണൽ NCR എന്നും പറയും, NRC എന്ന് പറയും, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. പോപ്പുലേഷനും സിറ്റിസണും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എറണാകുളത്തുകാർ എത്ര പേരുണ്ട്? അവരാണ് എറണാകുളത്തെ സിറ്റിസൺസ്. ഇപ്പം നമ്മൾ കുടിവെള്ളം കൊടുക്കാൻ തീരുമാനിക്കുന്നു, വൈദ്യുതി കൊടുക്കാൻ, ഗ്യാസ് കൊടുക്കാനൊക്കെ തീരുമാനിക്കുക, അത് എല്ലാവർക്കും കൊടുക്കണം. ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ എത്ര പേരാണ്? ആളെണ്ണുണ്ട്. അതിൽ എറണാകുളത്ത് താമസിക്കുന്നവർ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോകുന്നവർ, എറണാകുളത്ത് ജോലിക്ക് വരുന്നു, വൈകുന്നേരം അയാൾ തിരിച്ചു പോയി. അപ്പോൾ പകൽ സമയത്തേക്ക് വെള്ളവും വൈദ്യുതിയും ഒക്കെ വേണം, രാത്രിയിൽ വേണ്ട. തൃശ്ശൂരിൽ നിന്ന് വന്ന് ജോലി ചെയ്ത് പോകുന്നവർ, ആലപ്പുഴയിൽ നിന്ന് വന്ന് ജോലി ചെയ്ത് പോകുന്നവർ, ഇങ്ങനെയുണ്ട്. പിന്നെ 2-3 വർഷം എറണാകുളത്ത് ഏതെങ്കിലും കോളേജിൽ താമസിച്ച് പഠിക്കുന്ന ആളുകൾ, അവർ ശ്രീലങ്കയിൽ നിന്നോ അല്ലെങ്കിൽ ഭൂട്ടാനിൽ നിന്നോ ഒക്കെ വന്നവരായിരിക്കും. അവർ 2 വർഷമേ കാണുള്ളൂ, അത് കഴിയുമ്പോൾ അവർ പോകും. അപ്പോൾ എറണാകുളത്തെ വികസനം, മിനിമം സൗകര്യം ഇത് തീരുമാനിക്കണമെങ്കിൽ എറണാകുളത്തുകാരെത്രയാണെന്നറിയണം, വന്നും പോയി നിൽക്കുന്നവരെത്രയാണെന്നറിയണം, കുറച്ച് നാളത്തേക്ക് മാത്രം താമസിക്കുന്നവരെത്രയാണെന്നറിയണം, ഇതൊക്കെ അറിയണ്ടേ? അപ്പോൾ മൊത്തം ഭാരതത്തിൽ പോപ്പുലേഷൻ എത്ര? ഒരു സമയത്ത് ഭാരതത്തിൽ എത്ര ആൾക്കാരുണ്ട്? അതിൽ ഭാരതീയരും പെടും, വിദേശീയരും പെടുമല്ലോ. ടൂറിസ്റ്റായിട്ട് വന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു. ഇതാണ് പോപ്പുലേഷൻ. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താ? ഭാരതീയരായിട്ടുള്ളവർ മാത്രം. അപ്പോൾ നമുക്ക് കുടിവെള്ളം കൊടുക്കണം, റോഡ് പണിയണം, ഇതൊക്കെ ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ്. പോപ്പുലേഷന് വേണ്ടത് താൽക്കാലികമായ സൗകര്യങ്ങളാണ്. ഇതിനാണ് ഈ NPR-ഉം NRC-യും അല്ലെങ്കിൽ NCR-ഉം. എന്താണ് ഇതിനെയൊക്കെ ചൊല്ലിയുള്ള വഴക്കും ബഹളമൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഒരു കാര്യം നേരെ ആരും പറയില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് മതേതരത്വം എന്നൊക്കെ പറയും. എന്ത് ഭോഷ്കാണിത്? വാസ്തവത്തിൽ ഇത്രയും വൃത്തികെട്ടൊരു വാക്ക് വേറെയില്ല. ആരാണ് നമ്മുടെ കൂട്ടത്തിൽ മതേതരന്മാരുള്ളത്? എല്ലാവർക്കും മതമുണ്ട്. കേരള സമൂഹത്തിൽ മതമില്ലാത്തവരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. വല്ലതും 10-25,000 വല്ലതും വരും ഈ 4 കോടി ജനസംഖ്യയിൽ. ബാക്കിയുള്ളവർക്കെല്ലാം മതമുണ്ട്. അത് തെറ്റുമല്ലല്ലോ. അല്ലോ, കേരളം മതേതര സംസ്ഥാനമാണ്. എന്ത് കുന്ത, എല്ലാവർക്കും മതമുണ്ട്, എന്നിട്ട് പിന്നെ മതേതരം എന്ന് പറയുന്നത് എന്താ? ഇതിനൊക്കെ ഒരു അർത്ഥം വേണ്ടേ? ഞാൻ തുറന്നു പറയുകയാണ്, ഞാൻ മതേതരനൊന്നുമല്ല, അതൊരു കുറച്ചിലായിട്ട് ഞാൻ കാണുന്നുമില്ല. എനിക്കൊരു മതമുണ്ട്, ഞാൻ അത്യാവശ്യം അതിൻ്റെ കാര്യങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്, ചിലപ്പോൾ അനുഷ്ഠിക്കാറില്ല. എന്നോട് ചോദിക്കാൻ ആരും വരാറുമില്ല. ഇതെന്തൊരു പുലിവാലപ്പാ ഇത്? ഏത് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാലും മതേതരത്വം ഉണ്ടോ എന്ന് നോക്കുക. എന്ത് പണ്ടാരക്കെട്ടാണ്? കട്ടക്കാപ്പിയിൽ വരെ കമ്മ്യൂണിസം ഉണ്ടോ എന്ന് നോക്കി കുടിച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക്. ഇപ്പോൾ അവർ കട്ടൻ കാപ്പിയിൽ കമ്മ്യൂണിസം മാത്രമല്ല മതേതരത്വം ഉണ്ടോ എന്ന് നോക്കും. ഈ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അർത്ഥം മുസ്ലിങ്ങളെ കയറ്റിവിടുന്നുണ്ടോ? ഇതാണ് ചോദ്യം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക പരിഗണനയുണ്ടോ? എന്തിനാ ഈ പ്രത്യേക പരിഗണന? ആർക്കും ഒരു പ്രത്യേക പരിഗണനയും കൊടുക്കാൻ പാടില്ല. പൗരത്വ ഭേദഗതി നിയമത്തിൽ മുൻഗണന കൊടുത്തത് അവരത്രയധികം കഷ്ടപ്പെട്ടവരായതുകൊണ്ടാണ്. മഹാത്മാഗാന്ധിയാണ് അവർക്ക് വാക്ക് കൊടുത്തത്.
നിങ്ങൾക്ക് പാകിസ്ഥാനിൽ ജീവിക്കാൻ നിർവാഹമില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോവാ, നിങ്ങൾ എൻ്റെ സഹോദരന്മാരായിട്ട് ഞാൻ ഇവിടുത്തെ പൗരത്വം നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരുമെന്ന് 1947 പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ വാക്ക് പാലിക്കാൻ തയ്യാറല്ല. ജവഹർലാൽ നെഹ്റു കൊടുത്ത വാക്ക് പാലിക്കാൻ തയ്യാറല്ല. അബുൽ കലാം ആസാദ് കൊടുത്ത വാക്ക് പാലിക്കാൻ തയ്യാറല്ല. സർദാർ പട്ടേൽ കൊടുത്ത വാക്ക് പാലിക്കാൻ തയ്യാറില്ല. ഇവരാരും മതേതരായിരുന്നില്ല. ആകെ പിണറായി വിജയനും വി ഡി സതീശനുമാണ് മതേതരത്വം. വൃത്തികെട്ടവന്മാർ. എന്തെങ്കിലും മനുഷ്യന് നാണമോ ബോധമോ വേണ്ടേ? എന്നിട്ട് ഞാൻ നടപ്പിലാക്കില്ല. ഇതേ പിണറായി വിജയൻ കഴിഞ്ഞ വർഷം നമ്മളുടെ കൊറോണയുടെയൊക്കെ ഇടയ്ക്ക്, കഴിഞ്ഞ വർഷമല്ല കുറച്ചുകൂടെ പുറകിലേക്ക്, ഡിറ്റൻഷൻ സെൻറ്ററുകൾ ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്രകാരം. എന്തിനാണ് ഡിറ്റൻഷൻ സെൻറ്റർ? അന്യനാട്ടിലെ പൗരൻ ഇവിടെ വെച്ച് പിടിക്കപ്പെട്ടാൽ, ഓവർ സ്റ്റേ ചെയ്താൽ, വിസ പീരീഡ് കഴിഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങുകയാണെങ്കിൽ അവരെ തിരിച്ചയക്കുന്നതിന് മുമ്പായിട്ട് താമസിപ്പിക്കുന്ന സ്ഥലമാണ് ഡിറ്റൻഷൻ സെൻറ്റർ. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, ഭാരതം എന്ന് പറയുന്നത് തുറന്നിട്ട അനാഥശാലയല്ല. അവർക്കും ഇവർക്കും ആർക്കും കയറി അങ്ങ് താമസിക്കാവുന്ന സ്ഥലമല്ല. നമ്മളാരെങ്കിലും താമസിപ്പിക്കുകയോ? ബംഗ്ലാദേശിൽ നിന്നൊരു മുസ്ലിം വന്നിട്ടുണ്ട്, മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കയറി താമസിപ്പിക്കാൻ സമ്മതിക്കുമോ? ഇറങ്ങിപ്പോടാ, സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് പറയും. നമ്മൾ സമ്മതിക്കില്ല. എങ്ങനെ സമ്മതിക്കും? നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ സ്ഥലമില്ല. നമുക്ക് തന്നെ വേണ്ട ഭക്ഷ്യസാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഓൾ ഇന്ത്യ തലത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റേഷൻ മേടിച്ച് കഴിയുന്നത്. കേരളത്തിനുള്ള അരി കേരളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇല്ല. വെളിച്ചെണ്ണ ഇല്ല, മുളക് ഇല്ല, മല്ലി ഇല്ല, കടുക് ഇല്ല, ഒരു ചുക്കുമില്ല. നാക്ക് മാത്രമുണ്ട് വലിയ നീളത്തിൽ. നാണം കെട്ട വർത്തമാനം പറയാനായിട്ട്. ഏത് കാര്യത്തിനും മതേതരത്വം എന്നുള്ള പേരിൽ മുസ്ലിങ്ങളെ പ്രകടിപ്പിക്കുക, മുസ്ലിങ്ങളെ പ്രകടിപ്പിക്കുന്ന അവരുടെ വോട്ട് കിട്ടുക, അതിൻ്റെ ഭരണം കിട്ടുക. അല്ലാതെ അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനുമല്ല. ഒരു ചുക്ക് ഉപകാരവും ചെയ്യില്ല. അവരുടെ കൂട്ടത്തിലെ തീവ്രവാദികളുണ്ടെങ്കിൽ അവരെ ജയിലിൽ നടക്കാനുള്ള വല്ല പണിയും നോക്കൂ എന്നുള്ളതല്ലാതെ മുസ്ലിങ്ങളിലെ ബഹുഭൂരിപക്ഷം വരുന്ന മര്യാദക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പിണറായി വിജയൻ തയ്യാറാണോ? തയ്യാറല്ല. തയ്യാറാകണമെങ്കിൽ അയാളുടെ പാർട്ടിയിൽ ചേരണം, അയാളുടെ നേതാക്കളെ ഓച്ചാനിക്കണം. അപ്പോൾ AKG സെൻറ്ററിൽ നിന്ന് പുറംവാതിൽ നിയമനം കിട്ടും. അക്കാര്യത്തിൽ ഒരു മതതരത്വമില്ല. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ ഒരുപോലെയാണ്. ഇവരെ സേവിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, പ്രൊഫസറാകാം, PhD കിട്ടും, എന്ത് തേങ്ങാക്കൊലയും കിട്ടും. ഈ അവസ്ഥ ഉണ്ടാക്കി വെച്ച ആൾക്കാർ രാപകലില്ലാതെ, അതും പണ്ട് ചർച്ച ചെയ്ത് 2019 ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്ത് അടിയും വഴക്കും ഒക്കെ കഴിഞ്ഞ സാധനം വീണ്ടും 2024 ഇവർ പൊക്കിയെടുത്ത് വഴക്കുണ്ടാക്കുന്നു. അന്നുണ്ടാക്കിയ നിയമത്തിൻ്റെ ചട്ടമാണിപ്പോൾ ഉണ്ടാക്കുന്നത്. പുതിയ നിയമമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിയമം അതുപോലെ ഇരിക്കുന്നു, അതിൻ്റെ ചട്ടം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാണ്. ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി 10 മുസ്ലിം വോട്ട് വാങ്ങാം എന്ന് വിചാരിക്കുന്നത് വ്യാമോഹമാണ്. അത് കിട്ടാൻ പോകുന്നില്ല. മുസ്ലിങ്ങൾ ധാരാളം പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് അവർക്കറിയാം. അത് നിലവിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു അവരുടെ ജീവിതത്തിന് എന്നും അവർക്കറിയാം. ഇനിയിപ്പോൾ അതിൻ്റെ ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ആകാശമാണ് ഇടിഞ്ഞു വീഴാൻ പോകുന്നതെന്നും അവർക്കറിയാം. അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു നേതാവായ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു, വെറുതെ അനാവശ്യമായ ബഹളം വയ്ക്കാതെ, ഇത് ഈ പറയുന്ന മാതിരി വലിയ കാര്യമൊന്നുമല്ല. ഈ ബഹളം വെച്ച് രാഷ്ട്രീയക്കാർ വോട്ട് വാങ്ങിച്ച് അവരുടെ പാട്ടിനെ പോകുകയായി. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തലയ്ക്ക് വെളിവുള്ള മുസ്ലിങ്ങൾക്കെല്ലാം ഇത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിണറായി വിജയനും വി ഡി സതീശനും വെറുതെ ആൾക്കാരെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കേണ്ട. അങ്ങനെ ശ്രമിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. ഇനി അഥവാ നടന്നാൽ തന്നെ അതുകൊണ്ട് പ്രയോജനവും ഉണ്ടാവില്ല. താങ്ക് യു.